വചനമേ നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസമേ. വചനം വചനം വചനം. ജോഷുവയുടെ പുസ്തകം 3-ാം അധ്യായം. ജോഷുവ അതിരാവിലെ എഴുന്നേറ്റു. അവനും ഇസ്രായേല്യർ മുഴുവനും ഷിത്തിമിൽ നിന്ന് നടന്ന് ജോർദാൻ വരെ ചെന്നു. അപ്പുറം കടക്കുന്നതിന് മുൻപ് അവർ അവിടെ പാർത്തു. 3 ദിവസം കഴിഞ്ഞപ്പോൾ പ്രമാണിമാർ പാളയത്തിനകത്ത് കിടന്ന് ജനത്തെ ഇപ്രകാരം അനുശാസിച്ചു: നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ ഉടമ്പടി പേടകവും അത് സംവഹിക്കുന്ന ലേവായ പുരോഹിതന്മാരെയും കാണുമ്പോൾ നിങ്ങളുടെ സ്ഥലത്ത് നിന്ന് നീങ്ങി അതിന് പിന്നാലെ നടക്കണം. എന്നാൽ അതിനും നിങ്ങൾക്കുമിടയിൽ 2000 മുഴത്തോളം അളവ് അകലമുണ്ടായിരിക്കണം. ഈ വഴി ഇതിനു മുമ്പ് നിങ്ങൾ പോയിട്ടില്ലാഞ്ഞതിനാൽ പോകേണ്ട വഴി അറിയാൻ നിങ്ങൾ അതിന്റെ പക്കലേക്ക് അടുക്കരുത്. ജോഷുവ ജനത്തോട് പറഞ്ഞു: നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ. എന്തെന്നാൽ നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ജോഷുവ പുരോഹിതന്മാരോട് ഇപ്രകാരം പറഞ്ഞു: നിങ്ങൾ ഉടമ്പടി പേടകവും വഹിച്ച് ജനത്തിനു മുൻപേ നദി കടക്കുവിൻ. അവർ ഉടമ്പടി പേടകം വഹിച്ച് ജനത്തിനു മുൻപേ നടന്നു. കർത്താവ് ജോഷുവയോട് പറഞ്ഞു: ഞാൻ മോശയോടുകൂടെ ഉണ്ടായിരുന്ന പോലെ നിന്നോടുകൂടെ ഉണ്ടാകുമെന്ന് അവർ അറിയുന്നതിന് ഇന്ന് ഞാൻ ഇസ്രായേൽ മുഴുവനും മുമ്പാകെ നിന്നെ വലിയവനാക്കാൻ തുടങ്ങുകയാണ്. ജോർദാന്റെ ജല അതിർത്തി വരെ എത്തുമ്പോൾ ജോർദാനിൽ നിങ്ങൾ നിൽക്കണം എന്ന് ഉടമ്പടി പേടകം വഹിക്കുന്ന പുരോഹിതന്മാരെ നീ അനുശാസിക്കണം. ജോഷുവ ഇസ്രായേലരോട് പറഞ്ഞു: ഇവിടേക്ക് അടുത്തു വന്ന് നിങ്ങൾ നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ വാക്കുകൾ കേൾക്കുവിൻ. തുടർന്ന് ജോഷുവ പറഞ്ഞു: ജീവിക്കുന്ന ദൈവം നിങ്ങളുടെ ഇടയിലുണ്ടെന്നും അവിടുന്ന് നിങ്ങളുടെ മുൻപിൽ നിന്ന് കാനാൻകാർ, ഹേത്തുകാർ, ഹിവ്വികൾ, പെരൂസിക്കാർ, ഗിർഗോഷുകാർ, അമോരികൾ, ജബൂസുകാർ എന്നിവരെ തീർച്ചയായും തുരത്തുമെന്നും ഇതിനാൽ നിങ്ങൾ അറിയണം. ഇതാ ഭൂമി മുഴുവന്റെയും നാഥന്റെ ഉടമ്പടി പേടകം നിങ്ങൾക്ക് മുമ്പേ ജോർദാനിൽ കടക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ ഗോത്രത്തിൽ നിന്ന് ഒന്നുവിധം 12 പേരെ നിങ്ങൾക്ക് വേണ്ടി ഇസ്രായേൽ ഗോത്രങ്ങളിൽ നിന്ന് എടുക്കുവിൻ. ജോർദാനിലെ ജലത്തിൽ ഭൂമി മുഴുവന്റെയും നാഥനായ കർത്താവിന്റെ പേടകം വഹിക്കുന്ന പുരോഹിതന്മാരുടെ ഉള്ളങ്കാൽ നിശ്ചലമാകുമ്പോൾ ജോർദാൻ ജലം വിഭജിതമാകുകയും മുകളിൽ നിന്ന് താഴേക്കൊഴുകുന്ന ജലം ഒരു ചിറയായി നിൽക്കുകയും ചെയ്യും. ജോർദാൻ നദി കടക്കുന്നതിന് ജനം തങ്ങളുടെ കൂടാരങ്ങളിൽ നിന്ന് നീങ്ങിയപ്പോൾ ഉടമ്പടി പേടകം വഹിക്കുന്ന പുരോഹിതന്മാർ ജനത്തിനു മുൻപേ ഉണ്ടായിരുന്നു. പേടകവാഹകർ ജോർദാൻ വരെ എത്തുകയും പേടകവാഹകരായ പുരോഹിതന്മാരുടെ പാദങ്ങൾ കൊയ്ത്തുകാലം മുഴുവൻ തീരങ്ങളെല്ലാം കവിയുന്ന ജോർദാന്റെ ജല അതിർത്തിയിൽ മുങ്ങുകയും ചെയ്തപ്പോൾ മുകളിൽ നിന്ന് താഴേക്കൊഴുകുന്ന ജലം നിലച്ചു. സാറേദാന് സമീപമുള്ള ആദാം പട്ടണ പ്രദേശത്ത് അത് ബഹുദൂരം ഒരു ചിറയായി ഉയർന്നു. ഉപ്പുകടലായ അറാബ കടലിന് നേർക്കുള്ള ഒഴുക്ക് നിശേഷം വിച്ഛേദിക്കപ്പെട്ടു. ജനം ജെറിക്കോയ്ക്ക് മുമ്പിലായി അക്കരെ കടന്നു. കർത്താവിന്റെ ഉടമ്പടി പേടകവാഹകരായ പുരോഹിതന്മാർ ജോർദാന്റെ മധ്യത്തിൽ വരണ്ട നിലത്ത് ഉറച്ചു നിന്നു. ജനസഞ്ചയം മുഴുവനും ജോർദാൻ കടന്നു തീരും വരെ ഇസ്രായേൽക്കാരെല്ലാവരും വരണ്ട നിലത്തുകൂടെയാണ് അക്കരെ കടന്നത്. ജോഷുവയുടെ പുസ്തകം 4-ാം അധ്യായം. ജനസഞ്ചയം മുഴുവനും ജോർദാൻ കടന്നു കഴിഞ്ഞപ്പോൾ കർത്താവ് ജോഷുവയോട് ഇപ്രകാരം അരുൾ ചെയ്തു: ഗോത്രത്തിൽ നിന്ന് ഒരാളെ വീതമായി 12 പേരെ ജനത്തിൽ നിന്ന് നിനക്കായി തിരഞ്ഞെടുക്കുക. അവരെ ഇപ്രകാരം അനുശാസിക്കുക: ഇവിടെ ജോർദാന്റെ നടുവിൽ നിന്ന് പുരോഹിതർ പാദങ്ങൾ ഉറപ്പിച്ച അടിത്തട്ടിൽ നിന്ന് 12 കല്ലുകൾ സംവഹിച്ച് നിങ്ങളോടൊപ്പം അവ കൊണ്ടുവന്ന് നിങ്ങൾ
രാത്രി ചെലവഴിക്കുന്ന താവളത്തിൽ സൂക്ഷിച്ചു വെക്കണം. ഇസ്രായേലിൽ നിന്ന് ഗോത്രത്തിന് ഒരാളെ വീതമായി താൻ നിശ്ചയിച്ച 12 പേരെ ജോഷുവ വിളിച്ചു. ജോഷുവ അവരോട് പറഞ്ഞു, നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ പേടകത്തിന് മുൻപേ ജോർദാന്റെ മധ്യത്തിലേക്ക് മുന്നേറുവിൻ. ഇസ്രായേലി ഗോത്രങ്ങളുടെ എണ്ണമനുസരിച്ച് ഓരോ കല്ല് നിങ്ങൾക്കായി നിങ്ങൾ ഓരോരുത്തരും ചുമലിൽ ഉയർത്തുവിൻ. നിങ്ങൾക്കിടയിൽ അത് ഒരു അടയാളമായിരിക്കാൻ വേണ്ടിയാണ്. കാരണം നാളെ നിങ്ങളുടെ മക്കൾ ഇപ്രകാരം ചോദിക്കും, ഈ കല്ലുകൾ നിങ്ങൾക്ക് എന്താണ്? അപ്പോൾ കർത്താവിന്റെ ഉടമ്പടി പേടകം ജോർദാനിലൂടെ കടന്നപ്പോൾ അതിന്റെ മുൻപിൽ ജോർദാൻ ജലം വിഭജിതമായി. ജോർദാൻ ജലം വിഭജിതമാകുക തന്നെ ചെയ്തുവെന്നും ഈ കല്ലുകൾ എന്നേക്കും ഇസ്രായേലിയർക്കുള്ള സ്മാരകമായി തീരുമെന്നും നിങ്ങൾ അവരോട് പറയണം. ജോഷുവ ആജ്ഞാപിച്ചത് എങ്ങനെയോ അങ്ങനെ ഇസ്രായേലിയർ ചെയ്തു. കർത്താവ് ജോഷുവയോട് അരുൾ ചെയ്തിരുന്നത് പോലെ ഇസ്രായേലിയ ഗോത്രങ്ങളുടെ എണ്ണമനുസരിച്ച് അവർ ജോർദാനു മധ്യേ നിന്ന് 12 കല്ലുകൾ സംവഹിച്ച് തങ്ങളോടൊപ്പം സങ്കേതത്തിലെത്തിച്ച് അവ അവിടെ സൂക്ഷിച്ചു. ജോർദാന്റെ നടുവിൽ ഉടമ്പടി പേടകം വഹിക്കുന്ന പുരോഹിതന്മാരുടെ പാദങ്ങൾ ഉറച്ചു നിന്നിരുന്ന അടിത്തട്ടിൽ ജോഷുവ 12 കല്ലുകൾ സ്ഥാപിച്ചു. അവ ഇന്നും അവിടെയുണ്ട്. മോശ ജോഷുവയെ അനുശാസിച്ചതെല്ലാം പോലെ ജനത്തോട് സംസാരിക്കാൻ കർത്താവ് ജോഷുവയോട് കൽപ്പിച്ചു. അക്കാര്യമെല്ലാം പൂർത്തിയാകുവോളം പേടകം സംവഹിച്ചിരുന്ന പുരോഹിതന്മാർ ജോർദാനു മധ്യേ നിൽക്കുകയായിരുന്നു. ജനം മുഴുവൻ കടന്നു കഴിഞ്ഞപ്പോൾ കർത്താവിന്റെ പേടകവും കടന്നു. പുരോഹിതന്മാർ ജനത്തിനു മുൻപിലായിരുന്നു. റൂബന്യരും ഗാദ്യരും മനാസയുടെ ഗോത്രപാതിയും മോശ തങ്ങളോട് വചിച്ചിരുന്നത് പോലെ ആയുധമണിഞ്ഞ് ഇസ്രായേലരുടെ മുൻപേ കടന്നു. സൈന്യസജ്ജരായ 40,000-ഓളം പേർ കർത്തൃസമക്ഷം ജെറിക്കോ സമതലങ്ങളിലേക്ക് യുദ്ധത്തിനായി മുന്നേറി. ആ ദിനം കർത്താവ് ഇസ്രായേൽ മുഴുവന്റെയും ദൃഷ്ടികളിൽ ജോഷുവയെ വലിയവനാക്കി. അവർ മോശയെ ആദരിച്ചതുപോലെ അവന്റെ ജീവിതകാലമെല്ലാം അവനെയും ആദരിച്ചു. കർത്താവ് ജോഷുവയോട് ഇപ്രകാരം അരുൾ ചെയ്തു, ജോർദാനിൽ നിന്ന് കയറി വരാൻ സാക്ഷ്യപേടകം വഹിക്കുന്ന പുരോഹിതന്മാരോട് കൽപ്പിക്കുക, നിങ്ങൾ ജോർദാനിൽ നിന്ന് കയറി വരൂ എന്ന് ജോഷുവ അവരോട് കൽപ്പിച്ചു. കർത്താവിന്റെ ഉടമ്പടി പേടകം വഹിച്ചിരുന്ന പുരോഹിതന്മാർ ജോർദാന്റെ മധ്യത്തിൽ നിന്ന് കയറിയപ്പോൾ പുരോഹിതന്മാരുടെ കാൽപാദങ്ങൾ കരയിലേക്ക് എടുത്തു വച്ചപ്പോൾ ജോർദാൻ ജലം യഥാസ്ഥാനത്ത് പഴയപടിയായി. അതിന്റെ തീരങ്ങളെല്ലാം മുമ്പത്തെ പോലെ കവിഞ്ഞൊഴുകി. ആദ്യ മാസത്തിന്റെ 10-ാം തീയതിയാണ് ജനം ജോർദാനിൽ നിന്ന് കയറിയത്. അവർ ജെറിക്കോയുടെ കിഴക്കേ അറ്റത്ത് ഗിൽഗാലിൽ പാളയമടിച്ചു. അവർ ജോർദാനിൽ നിന്നെടുത്ത ആ 12 കല്ലുകൾ ജോഷുവ ഗിൽഗാലിൽ സ്ഥാപിച്ചു. അവൻ ഇസ്രായേലരോട് ഇപ്രകാരം പറഞ്ഞു, നാളെ നിങ്ങളുടെ മക്കൾ തങ്ങളുടെ പിതാക്കന്മാരോട് ഈ കല്ലുകൾ എന്താണ് എന്നാരായുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ മക്കളെ ഇപ്രകാരം അറിയിക്കണം, ഇസ്രായേൽ ഈ ജോർദാൻ കടന്നത് ഉണങ്ങിയ പ്രതലത്തിലൂടെയാണ്. നിങ്ങളുടെ ദൈവമായ കർത്താവ് ഞങ്ങൾ കുറുകെ കടക്കുന്നതുവരെ ഞങ്ങളെ പ്രതി ചെങ്കടൽ വറ്റിച്ചതുപോലെ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾ കടക്കുന്നത് വരെ നിങ്ങളെ പ്രതി ജോർദാൻ ജലം വറ്റിച്ചു. ഇത് കർത്താവിന്റെ കരം ശക്തമാണെന്ന് ഭൂമിയിലെ എല്ലാ ജനങ്ങളും അറിയാൻ വേണ്ടിയാണ്. നിങ്ങൾ എക്കാലവും നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ഭയപ്പെടാൻ വേണ്ടിയാണ്. 148-ാം സങ്കീർത്തനം. ഹല്ലേലൂയ. ആകാശങ്ങളിൽ നിന്ന് കർത്താവിനെ സ്തുതിക്കുവിൻ, ഉന്നതങ്ങളിൽ അവിടുത്തെ സ്തുതിക്കുവിൻ. അവിടുത്തെ സകല മാലാഖമാരെ അവിടുത്തെ സ്തുതിക്കുവിൻ. അവിടുത്തെ സകല സൈന്യമേ അവിടുത്തെ സ്തുതിക്കുവിൻ. സൂര്യചന്ദ്രന്മാരെ അവിടുത്തെ സ്തുതിക്കുവിൻ. സകല പ്രകാശ താരകളെ അവിടുത്തെ സ്തുതിക്കുവിൻ. ആകാശങ്ങളുടെ ആകാശങ്ങളെ കർത്താവിനെ സ്തുതിക്കുവിൻ. ആകാശങ്ങൾക്ക് മേലുള്ള ജലസഞ്ചയമേ അവിടുത്തെ സ്തുതിക്കുവിൻ. അവ കർത്താവിന്റെ നാമം സ്തുതിക്കട്ടെ. അവിടുന്ന് കൽപ്പിച്ചത് കൊണ്ടാണല്ലോ അവ സൃഷ്ടിക്കപ്പെട്ടത്.
അവയെ അവിടുന്ന് എന്നേക്കുമായി സുസ്ഥാപിതമാക്കി. അവിടുന്ന് അതിർത്തി നിശ്ചയിച്ചു, അത് മാറുകയില്ല. ഭൂമിയിൽ നിന്ന് കർത്താവിനെ സ്തുതിക്കുവിൻ. ഭീകരസത്വങ്ങളും സകല അഗാധങ്ങളും അഗ്നിയും കന്മഴയും ഹിമവും മൂടൽമഞ്ഞും അവിടുത്തെ വചനം നിറവേറ്റുന്ന കൊടുങ്കാറ്റും പർവ്വതങ്ങളും സകല കുന്നുകളും ഫലവൃക്ഷഗണവും എല്ലാ ദേവദാരുക്കളും ജീവജാലവും സകല മൃഗവും ഉരകവും പക്ഷിപ്പറവയും ഭൂപതികളും സകല ജനപദങ്ങളും പ്രഭുക്കളും ഭൂമിയുടെ എല്ലാ ന്യായപാലകരും യുവാക്കളുടെ ഒപ്പം കന്യകകളും വൃദ്ധരും ബാലകരും കർത്തൃനാമം സ്തുതിക്കട്ടെ. എന്തെന്നാൽ തിരുനാമം ഒന്നു മാത്രമാണ് സമുന്നതം. ഭൂമിക്കും ആകാശങ്ങൾക്കും മേലാണ് ദിവ്യപ്രതാപം. തന്റെ ജനത്തിനു വേണ്ടി ഒരു കൊമ്പ് അവിടുന്ന് ഉയർത്തിയിരിക്കുന്നു. തന്റെ എല്ലാ ഭക്തർക്കും തന്റെ ശ്രേഷ്ഠജനമായ ഇസ്രായേൽക്ക് ഉള്ള കീർത്തി തന്നെ. ഹല്ലേലൂയാ. 149 സങ്കീർത്തനം. ഹല്ലേലൂയാ. കർത്താവിന് ഒരു നവ്യഗീതം ആലപിക്കുവിൻ. ഭക്തരുടെ സമൂഹത്തിൽ അവിടത്തേക്കുള്ള സ്തുതികൾ തന്നെ. ഇസ്രായേൽ തന്റെ സൃഷ്ടാവിൽ സന്തോഷിക്കട്ടെ. സിയോന്റെ മക്കൾ തങ്ങളുടെ രാജാവിൽ ആനന്ദിക്കട്ടെ. നൃത്തം കൊണ്ട് അവർ തിരുനാമം സ്തുതിക്കട്ടെ. തപ്പും കിന്നരവും കൊണ്ട് അവിടത്തേക്ക് കീർത്തനമാലപിക്കട്ടെ. എന്തെന്നാൽ കർത്താവ് തന്റെ ജനത്തിൽ സംപ്രീതനായിരിക്കുന്നു. പീഡിതരെ അവിടുന്ന് രക്ഷാലങ്കൃതരാക്കുന്നു. ഭക്തർ മഹത്വത്തിൽ ആഹ്ലാദിക്കട്ടെ. അവർ തങ്ങളുടെ കിടക്കകളിൽ ആനന്ദാരവം ഉതിർക്കട്ടെ. അവരുടെ കണ്ടങ്ങളിൽ തമ്പുരാന്റെ പുകഴ്ചകളും അവരുടെ കയ്യിൽ ഇരുവായ്ത്തലവാളുമുണ്ട്. ഇത് ജനതകൾക്കിടയിൽ പ്രതികാരവും ജനപദങ്ങളല്ലാത്തവർക്ക് ശിക്ഷകളും നടപ്പിലാക്കാനും അവരുടെ രാജാക്കന്മാരെ ചങ്ങലകൾ കൊണ്ടും അവരുടെ പ്രസിദ്ധരെ ഇരുമ്പു വിലങ്ങുകൾ കൊണ്ട് ബന്ധിക്കാനും എഴുതപ്പെട്ടിരിക്കുന്ന ന്യായവിധി അവരുടെ മേൽ നടത്താനുമാണ്. അവിടുത്തെ ഭക്തർക്കെല്ലാം ഇത് പ്രതാപമാണ്. ഹല്ലേലൂയാ. 150 സങ്കീർത്തനം. ഹല്ലേലൂയാ. അവിടുത്തെ വിശുദ്ധ സ്ഥലത്ത് നിങ്ങൾ തമ്പുരാനെ സ്തുതിക്കുവിൻ. അവിടുത്തെ ശക്തിയുടെ വാനവിധാനത്തിൽ അവിടുത്തെ സ്തുതിക്കുവിൻ. അവിടുത്തെ ധീരകൃത്യങ്ങളിൽ അവിടുത്തെ സ്തുതിക്കുവിൻ. അവിടുത്തെ മഹിമാതിശയത്തിനൊത്ത് അവിടുത്തെ സ്തുതിക്കുവിൻ. കാഹളമുഴക്കത്താൽ അവിടുത്തെ സ്തുതിക്കുവിൻ. വീണയും കിന്നരവും കൊണ്ട് അവിടുത്തെ സ്തുതിക്കുവിൻ. തപ്പും നൃത്തവും കൊണ്ട് അവിടുത്തെ സ്തുതിക്കുവിൻ. തന്ത്രികളും കുഴലും കൊണ്ട് അവിടുത്തെ സ്തുതിക്കുവിൻ. മുഴങ്ങുന്ന കൈത്താളങ്ങളാൽ അവിടുത്തെ സ്തുതിക്കുവിൻ. മാറ്റൊലി കൊള്ളുന്ന കൈത്താളങ്ങളാൽ അവിടുത്തെ സ്തുതിക്കുവിൻ. ശ്വാസമുള്ള സകലതും കർത്തനെ സ്തുതിക്കട്ടെ. വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 10 അധ്യായം 17 മുതൽ 24 വരെയുള്ള തിരുവചനങ്ങൾ. 72 പേരും സന്തോഷത്തോടെ തിരിച്ചു വന്നു പറഞ്ഞു, കർത്താവേ, നിന്റെ നാമത്തിൽ പിശാചുക്കൾ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു. അവൻ അവരോട് പറഞ്ഞു, സാത്താൻ സ്വർഗത്തിൽ നിന്ന് ഇടിമിന്നൽ പോലെ നിപതിക്കുന്നത് ഞാൻ കണ്ടു. ഇതാ, പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിന്റെ സകല ശക്തികളുടെയും മേൽ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു. ഒന്നും നിങ്ങളെ ഉപദ്രവിക്കയില്ല. എന്നാൽ അരൂപികൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നു എന്നതിൽ നിങ്ങൾ സന്തോഷിക്കേണ്ട. മറിച്ച് നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിൽ സന്തോഷിക്കുവിൻ. ആ മണിക്കൂറിൽ തന്നെ പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ച് അവൻ പറഞ്ഞു, സ്വർഗത്തിന്റെയും ഭൂമിയുടെയും നാഥനായ പിതാവേ, അവിടുത്തെ ഞാൻ സ്തുതിക്കുന്നു. എന്തെന്നാൽ അങ്ങ് ഇവ ബുദ്ധിമതികളിലും വിവേകികളിലും നിന്ന് മറച്ചു വെക്കുകയും ശിശുക്കൾക്ക് വെളിപ്പെടുത്തുകയും ചെയ്തു. അതേ പിതാവേ, അതായിരുന്നു അവിടുത്തെ തിരുവുള്ളം. സർവവും പിതാവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. പുത്രൻ ആരെന്ന് പിതാവല്ലാതെ ആരും അറിയുന്നില്ല. പിതാവ് ആരെന്ന് പുത്രനും പുത്രൻ ആർക്ക് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുവോ അവനുമല്ലാതെ മറ്റാരും അറിയുന്നില്ല. അവൻ ശിഷ്യന്മാരുടെ നേരെ തിരിഞ്ഞ് അവരോട് മാത്രമായി പറഞ്ഞു, നിങ്ങൾ കാണുന്നവ കാണുന്ന കണ്ണുകൾ ഭാഗ്യമുള്ളവ. കാരണം ഞാൻ പറയുന്നു, അനേകം പ്രവാചകന്മാരും രാജാക്കന്മാരും നിങ്ങൾ കാണുന്നവ കാണാൻ ആഗ്രഹിച്ചു, എങ്കിലും കണ്ടില്ല.
നിങ്ങൾ കേൾക്കുന്നവ കേൾക്കാൻ ആഗ്രഹിച്ചു, എങ്കിലും കേട്ടില്ല. ദൈവവചനമേ, നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ